നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഡിസ്കസ് ചെയ്യുന്നത് നാളെ 10th ലെവൽ പ്രിലിംസ് എഴുതാൻ പോകുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ്. അതായത് മുൻ വർഷങ്ങളിൽ PSC നടത്തിയ 10th പ്രിലിംസുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്, KR സച്ചിദാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ. കോട്ടയത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? ഇത് 2021 പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ആ സമയത്ത് അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു ചെയർമാനായിട്ട് നിയമിതനായത്. നിലവിൽ ചെയർമാൻ സയ്യിദ് അക്തർ മിർസയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. ഓപ്ഷൻ ഡി ശരിയായിട്ടുള്ള ആൻസർ. ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെ? 2020 ലക്നൌവിലാണ്. 2025 ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 2020 രാജ്യാന്തര യോഗ ദിനത്തിന് വേദിയായ സ്ഥലം? 2020 ലേയിലായിരുന്നു. 2025 വിശാഖപട്ടണത്തിലാണ്, ആന്ധ്രാപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ. നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെ? 2020 ന്യൂഡൽഹിയിലാണ്. 2025 ന്യൂഡൽഹിയിൽ വെച്ച് തന്നെയാണ് നടന്നത്. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി? 2020 ലഭിച്ചത് കൃതിക് പാണ്ഡേക്കാണ്. 2025 ഇന്ത്യക്കാർക്കാർക്കും ലഭിച്ചിട്ടില്ല. 2024 ഇന്ത്യക്കാരിയായ സഞ്ജന താക്കൂറിന് ലഭിച്ചിട്ടുണ്ട്. 2025 ഏഷ്യയിൽ നിന്നുള്ള ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഫാരിയ ബാഷറാണ്. ഏഷ്യയിൽ നിന്നുള്ള ഫാരിയ ബാഷർ. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ആണ് ബ്രസീൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ഓപ്ഷൻ ബി ശരിയായിട്ടുള്ള ഉത്തരം. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം? ഓപ്ഷൻ ബി ആണ് കൊടൈക്കനാൽ. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം കൊടൈക്കനാൽ. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? നർമ്മദയാണ്. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി നർമ്മദ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഓപ്ഷൻ സി ആണ് സിന്ധു. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? സിന്ധു. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തത്? ഓപ്ഷൻ എ ആണ് അറബി. കാൽ ബൈശാഖി എന്നത് കാറ്റാണ്. ഓപ്ഷൻ എ ശരിയായിട്ടുള്ള ഉത്തരം. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിനാണ് പ്രസിദ്ധമാണ്? ഓപ്ഷൻ ബി ആണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. അടുത്തത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം? ഓപ്ഷൻ ബി ആണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ? ഓപ്ഷൻ സി ആണ് വാസ്കോഡ ഗാമ. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം 1858. ഓപ്ഷൻ എ ശരിയായിട്ടുള്ള ഉത്തരം. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഓപ്ഷൻ എ ആണ് വാറൻ ഹേസ്റ്റിംഗ്. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? വാറൻ ഹേസ്റ്റിംഗ്. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം? ഓപ്ഷൻ ഡി ആണ് ബ്രഹ്മസമാജം. ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? 1815. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റുവാണ്. ഓപ്ഷൻ എ ശരിയായിട്ടുള്ള ഉത്തരം. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? ഓപ്ഷൻ എ ആണ് ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം?
ഓപ്ഷൻ സി ആണ് ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി. ഓപ്ഷൻ സി ആണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡൻ്റായ ആദ്യ വ്യക്തി. ഓപ്ഷൻ സി ആണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് മൗലിക അവകാശങ്ങൾ. അടുത്തത്, മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി. ഓപ്ഷൻ ബി ആണ് 24-ാം ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ, സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കുവാനുമുള്ള മൗലിക അവകാശത്തെ നിയമ അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ എ ആണ് 44-ാം ഭേദഗതി. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്. ഓപ്ഷൻ ബി ആണ് അനുച്ഛേദം 16. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ ബി ആണ് 359. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാണ്? ഓപ്ഷൻ എ ആണ് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ്. ബാക്കി എല്ലാവരും മനുഷ്യാവകാശ കമ്മീഷൻ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ. അല്ലാത്തത് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. ഓപ്ഷൻ ബി ആണ് മുഖ്യമന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം. ഓപ്ഷൻ ഡി ആണ് അലോക് റാവത്ത്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം അലോക് റാവത്താണ്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരമാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? ഓപ്ഷൻ ബി ആണ് 1.18%. അടുത്തത്, കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം. ഓപ്ഷൻ സി ആണ് കുണ്ടറ. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം കുണ്ടറയാണ്. മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് പെഡോളജി. മണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പെഡോളജിയാണ്. ഇതിൽ മെട്രോളജി എന്ന പഠനം അളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മെട്രോളജി എന്നാൽ അളവെടുപ്പ് എന്നതിനെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. ഡെർമറ്റോളജി ത്വക്ക്, നഖങ്ങൾ, മുടി, അവയുടെ രോഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വൈദ്യശാസ്ത്രത്തിൻ്റെ ശാഖയാണ് ഡെർമറ്റോളജി. പീഡിയോളജി അധ്യാപനത്തിൻ്റെ തത്വശാസ്ത്രവും പ്രയോഗവുമാണ് കൈകാര്യം ചെയ്യുന്നത്. അധ്യാപനവുമായി ബന്ധപ്പെട്ടതാണ് പീഡിയോളജി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം. ഓപ്ഷൻ ബി ആണ് സൈലന്റ് വാലി. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? ഓപ്ഷൻ ബി ആണ് കൈത്തറി. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് ഏതാണ്? ഓപ്ഷൻ സി ആണ് നീണ്ടകര. KCBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്. ഓപ്ഷൻ ബി ആണ് ബ്രഹ്മപുരം. KCBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരമാണ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം. ഓപ്ഷൻ എ ആണ് നിലമ്പൂർ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഓപ്ഷൻ ഡി ആണ് ഡിണ്ടിഗൽ, കൊല്ലം. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ആഗമാനന്ദ സ്വാമി. 114ൻ്റെ കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ് അക്കാമ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത. ഓപ്ഷൻ ഡി ആണ് അക്കാമ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യ വനിത അക്കാമ ചെറിയാൻ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് വെങ്ങാനൂർ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് വെങ്ങാനൂർ വെച്ചാണ്.
1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ. ഓപ്ഷൻ ബി ആണ് വൈകുണ്ഠസ്വാമി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഓപ്ഷൻ ഡി ആണ് തലശ്ശേരി. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം? ഓപ്ഷൻ സി ആണ് 1797. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം? അഞ്ചുതെങ്ങ് കലാപമാണ്. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല. ഓപ്ഷൻസ് ഡി ആണ് പഴശ്ശി കലാപം. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പഴശ്ശി വിപ്ലവമാണ്. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം? ഓപ്ഷൻ സി ആണ് 1930. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം? 32 ആണ്. ഓപ്ഷൻ ബി ശരിയായിട്ടുള്ള ആൻസർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം? ഓപ്ഷൻ സി ആണ് ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് കരൾ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? ഓപ്ഷൻ എ ആണ് മെഡുല ഒബ്ലോങ്കേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം? ഓപ്ഷൻ ഡി ആണ് സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലം. പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജിയാണ്. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ? ഓപ്ഷൻ എ ആണ് വിറ്റാമിൻ സി. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ബയോട്ടിൻ. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി? ഓപ്ഷൻ ബി ആണ് അപ്പോളോ ഹോസ്പിറ്റൽ. റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ്? ഓപ്ഷൻ എ ആണ് DDT. ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക ഘടകങ്ങൾ ഇലക്ട്രോണാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ സി ആണ് സിങ്ക്. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് ഹൈഡ്രജൻ. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം? ഓപ്ഷൻ സി ആണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ലെസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിഞ്ഞതിന് സാധിക്കാത്ത മൂലകം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഓക്സിജൻ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ്? ഓപ്ഷൻ സി ഊർജം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? ഓപ്ഷൻ സി ആണ് 7. 1 ന്യൂട്ടൺ എന്നത് എത്ര ഡൈനാണ്? ഓപ്ഷൻ ബി ആണ് 10⁵. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് പ്ലൂട്ടോ. ഒളിമ്പിക്സിൽ അത്ലറ്റ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം? ഓപ്ഷൻ സി ആണ് നീരജ് ചോപ്ര. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 2019. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി? ഓപ്ഷൻ ഡി ആണ് P. വത്സല. നമുക്ക് ബാക്കി ഇയറിലെയും കൂടെ നോക്കാം. 2022 സേതുവാണ്. 2023 SK വസന്തനാണ് ലഭിച്ചത്. 2024 NS മാധവൻ. 2025 K. ശങ്കരപിള്ളയ്ക്കാണ്. 2025 KG ശങ്കരപിള്ള. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? ഓപ്ഷൻ സി ആണ് 15ാമത്തെ. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? 15ാമത്തെയാണ്. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ ബി ആണ് EOS 04. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ? ഓപ്ഷൻ എ ആണ് K. കസ്തൂരിരംഗൻ. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ K. കസ്തൂരിരംഗനാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി? ഓപ്ഷൻ ഡി ആണ് താലോലം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് താലോലം. അടുത്തത് 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ആരാണ്? ഓപ്ഷൻ സി ആണ് P. ജയചന്ദ്രൻ.
2021 JC ഡാനിയൽസ് പുരസ്കാരം നേടിയത് പി ജയചന്ദ്രനാണ്. 2023 ഷാജി എൻ കരുണാണ്. 2023 ഷാജി എൻ കരുൺ. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ആണ് തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത്? ഓപ്ഷൻ ബി ആണ് നൂൽപ്പുഴ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം? ഓപ്ഷൻ ബി ആണ് ഉത്തര മഹാസമുദ്രം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമുദ്രം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി? ഓപ്ഷൻ സി ആണ് ലൂണി. നർമ്മദ, മഹാനദി, കാവേരിയൊക്കെ ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടുന്നവയാണ്. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് പരുത്തി. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി പരുത്തിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രാം ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ ആണ് മേഘാലയ. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16-നാണ്. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം? ഓപ്ഷൻ എ ആണ് മണികരൺ. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം? ഓപ്ഷൻ ഡി ആണ് അരുണാചൽ പ്രദേശ്. ശ്രീനഗർ, കാർഗിൽ എന്നീ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജിലയാണ്. ശ്രീനഗർ, കാർഗിൽ എന്നീ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം? ഓപ്ഷൻ എ ആണ് ഖാരിഫ്. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഖാരിഫ്. ബ്രഹ്മപുത്ര നദിയിൽ സാധ്യ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത? NW2 ആണ്. ബ്രഹ്മപുത്ര നദിയിൽ സാധ്യ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത NW2. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഓപ്ഷൻ സി ആണ് 1946 ഡിസംബർ 9-നാണ്. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശരിയാണ്. 6 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യ നിർബന്ധിതവുമായി? ശരിയാണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്? ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 1, 2, 3 ശരിയാണ്. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാകുകയും ചെയ്ത 17-കാരി? ഓപ്ഷൻ ഡി ആണ് മലാല യൂസഫ്സായ്. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാകുകയും ചെയ്ത 17-കാരിയാണ് മലാല യൂസഫ്സായ്. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ഡി ആണ് ആന്ധ്രാപ്രദേശ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി? ഓപ്ഷൻ സി ആണ് 42. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം? ഇതിൽ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. പേരാലാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. പേരാൽ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഓപ്ഷൻ ബി ആണ് ആനന്ദമഠം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ? ഓപ്ഷൻ ബി ആണ് അയിത്ത നിർമ്മാർജ്ജനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി? ഓപ്ഷൻ എ ആണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ സി ആണ് 2005-ലാണ്. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ്? ഓപ്ഷൻ ബി ആണ് ചട്ടമ്പി സ്വാമികൾ. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ഓപ്ഷൻ സി ആണ് അയ്യങ്കാളി. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശ്ശൂരിലാണ്. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശ്ശൂരാണ്. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം? ഓപ്ഷൻ എ ആണ് അരുവിപ്പുറം.
കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല. ഓപ്ഷൻ സി ആണ് മലബാർ. മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം. ഓപ്ഷൻ എ ആണ് പയ്യന്നൂർ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ്. ഓപ്ഷൻ സി ആണ് മന്നത്ത് പത്മനാഭൻ. മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാന്നാർ ലഹളയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഇത് ക്യാൻസൽഡ് ആണ്. അടുത്തത് 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. ഓപ്ഷൻ ഡി ആണ് രാമനമ്പി. കുറിച്യർ കലാപം ആരംഭിച്ചത് 1812 കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം. ഓപ്ഷൻ ഡി ആണ് 941. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഓപ്ഷൻ സി ആണ്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി. ഓപ്ഷൻ ബി ആണ് കബനി. കബനി, ഭവാനി, പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ 41 കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ഡി ആണ് ചിന്നാർ. തട്ടേക്കാട്, മംഗളവനം എറണാകുളം ജില്ലയിലാണ്. ചൂലന്നൂർ പാലക്കാട് ജില്ലയിലാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ആണ് ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. ഓപ്ഷൻ ബി ആണ് അഞ്ജു ബോബി ജോർജ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി ആണ് കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. ഓപ്ഷൻ സി ആണ് ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഓപ്ഷൻ ബി ആണ് ശാസ്താംകോട്ട കായൽ. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1 ഓപ്ഷൻ ഡി ശരിയായിട്ടുള്ള ആൻസർ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ആണ് ബാലഗംഗാധര തിലകൻ. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലായിരുന്നു? ഓപ്ഷൻ എ ആണ് അഹമ്മദാബാദ് സമരം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ. ഓപ്ഷൻ സി ആണ് റാഷ് ബിഹാരി ബോസ്. അടുത്ത ക്വസ്റ്റ്യൻ, തേബാഗ സമരം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് ബംഗാൾ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം. ഓപ്ഷൻ ബി ആണ് സംവാദ് കൗമുദി. കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. ഓപ്ഷൻ ബി ആണ് 1929 ലാഹോർ സമ്മേളനം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളി. ഓപ്ഷൻ ഡി ആണ് വി പി മേനോൻ. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം. ഓപ്ഷൻ ബി ആണ് ആന്ധ്രാപ്രദേശ്. പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത്. ഓപ്ഷൻ ബി ആണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. ഓപ്ഷൻ ബി ആണ് കരൾ. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ആണ് ടെറ്റനി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ ആണ്. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം. ഓപ്ഷൻ ബി ആണ് എംഫിസിമ. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. ഓപ്ഷൻ ഡി ആണ് മൃതസഞ്ജീവനി. തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത് അക്ഷയയാണ്. ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കരയൊക്കെ തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ്? ഓപ്ഷൻ സി ആണ് സസ്യബുക്ക്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ സസ്യബുക്കാണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് മെയ് 22. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. ഓപ്ഷൻ സി ആണ് അപ്പിക്കോ പ്രസ്ഥാനം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏക അറ്റോമികം? ഓപ്ഷൻ എ ആണ് ഹീലിയം. ഇരുമ്പിൻ്റെ അയിരുകൾ ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. അസറ്റോബാക്ടർ
ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ സി ആണ് നൈട്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഓപ്ഷൻ ഡി ആണ് ഹൈഡ്രജൻ. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് പാസ്ചറൈസേഷൻ. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതനകോണിൻ്റെ അളവ് ഓപ്ഷൻ ബി 30 ഡിഗ്രി തന്നെയാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഓപ്ഷൻ സി ആണ് യുറാനസ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് LPG. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഓപ്ഷൻ ബി ആണ് ഊഷ്മാവ്. ദോലനത്തിന് ഉദാഹരണം ഓപ്ഷൻ എ ആണ് ഊഞ്ഞാലിൻ്റെ ചലനം. വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര് ഓപ്ഷൻ സി ആണ് ചങ്ങമ്പുഴ. എന്നാണ് ലോക പരിസ്ഥിതി ദിനം? ഓപ്ഷൻ എ ആണ് ജൂൺ 5. കേരളത്തിൻ്റെ ദേശീയ പക്ഷി, സംസ്ഥാന പക്ഷിയാണ് ഉദ്ദേശിച്ചത്, കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ. അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ? ഇത് 2023 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ സമയത്ത് 2024 പാരീസിൽ വെച്ചാണ്. ഇനി നടക്കാൻ പോണത് 2028 ലോസ് ഏഞ്ചലസിലാണ്. ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് വയനാട്. മുൻ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം ഓപ്ഷൻ സി ആണ് രാമേശ്വരം. ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? ഓപ്ഷൻ എ ആണ് ചാൾസ് ബബേജ്. ശ്രീലങ്കയുടെ തലസ്ഥാനം ഓപ്ഷൻ ഡി ആണ് കൊളംബോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഓപ്ഷൻ ഡി ആണ് രാജസ്ഥാൻ. നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ചില വ്യവസായ യൂണിറ്റുകളുടെ പേരുകളാണ് ചുവടെ. ഇവയിൽ നിന്ന് സഹകരണ വ്യവസായത്തിന് ഉദാഹരണം ഓപ്ഷൻ ബി ആണ് അമുൽ. സൂചനകൾ ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് ശാലയാണ് വിശ്വേശ്വരയ്യ അയൺ സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. മേൽ സൂചനകളിൽ നിന്ന് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഇതിനകത്തുള്ളത്. രണ്ടും തെറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ടാറ്റയാണ്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. ചുവടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്ന് പ്രാദേശികവാദത്തിൻ്റെ പേര് തിരിച്ചറിയുക. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വേനലിൻ്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നു. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നു. ഓപ്ഷൻ ഡി ആണ് ലൂ ആണ്. താഴെ പറയുന്ന അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതെല്ലാമെന്ന് തിരിച്ചറിയുക. ഇതിൽ ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയുമായി ഏറ്റവും അതിർത്തി പങ്കിടുന്ന രാജ്യം ഓപ്ഷൻ എ ആണ് ബംഗ്ലാദേശ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത് ദേശീയ ജലപാത 2. ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളാണ് ചുവടെ. ഇവയിൽ നിന്ന് പശ്ചിമ തീര തുറമുഖങ്ങൾ കണ്ടെത്തുക. നവശേവ, കാണ്ട. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ സി ആണ് നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് അനുച്ഛേദം 21A. ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത്? ഓപ്ഷൻ ബി ആണ് 2013. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഓപ്ഷൻ ഡി ആണ് ഇന്ത്യ. ഇന്ത്യയിൽ സ്വത്തവകാശം മൗലിക അവകാശത്തിൻ്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ എ ആണ് 44-ാം ഭരണഘടനാ ഭേദഗതി.
സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതി. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഭാഗം 4A ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് അനുച്ഛേദം 19. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഡിസംബർ 10. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം? ഓപ്ഷൻ എ ആണ് 1930. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം? ഓപ്ഷൻ ബി ആണ് ചെമ്പ്. ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏവ? ബഹിരാകാശത്ത് നോക്കുമ്പോൾ നീല നിറം ശരിയാണ്. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം ശരിയാണ്. ഒരു ഉപഗ്രഹം ചന്ദ്രൻ. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായ ആൻസർ. നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി ആണ് പാലക്കാട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി? ഓപ്ഷൻ ബി ആണ് മംഗൾ പാണ്ഡെ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ സർ സയ്യിദ് മുഹമ്മദ് ഖാനാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ 2 അറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ? ഓപ്ഷൻ ബി ആണ് രവീന്ദ്രനാഥ് ടാഗോർ. ബുദ്ധമത കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് പള്ളികൾ. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം? ഓപ്ഷൻ ബി ആണ് കേസരി. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ അന്നപൂർണയെപ്പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ? സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനം. ശരിയാണ്. മാസം 10 കിലോഗ്രാം അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത? ഓപ്ഷൻ ബി ആണ് ആനി ബസന്റ്. 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ? ഓപ്ഷൻ സി ആണ് അഭിലാഷ് ടോമി. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ഓപ്ഷൻ എ ആണ് വൈകുണ്ഠ സ്വാമികൾ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം? ഓപ്ഷൻ സി ആണ് ആനമുടി. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്? ഓപ്ഷൻ എ ആണ് BR അംബേദ്കർ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന സംഘടന രൂപീകരിച്ചത്? പൊയ്കയിൽ കുമാര ഗുരുദേവനാണ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി? ഓപ്ഷൻ ഡി ആണ് മിന്നുമണി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ശരിയായത് ഏതാണ്? ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ്. ശരിയാണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കും. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ്. ഇത് 3ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്? ഓപ്ഷൻ എ ആണ് അയ്യങ്കാളി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാരാണ്? ഓപ്ഷൻ ബി ആണ് ജവഹർലാൽ നെഹ്റു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ്? ഓപ്ഷൻ ഡി ആണ് VD ഭട്ടതിരിപ്പാട്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ഓപ്ഷൻ ബി ആണ് നിക്കോളാസ് കോപ്പർനിക്കസ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്? ഓപ്ഷൻ സി ആണ് ഇടമലക്കുടി. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5-നാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ AM ഷംസീറാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസഫലിയാണ്. സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം കുട്ടനാടാണ്. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ജഹാംഗീറാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി? ഓപ്ഷൻ ബി ആണ് സ്റ്റേപ്പിസ്. ഏത് പോഷക ഘടകത്തിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? ഓപ്ഷൻ ഡി ആണ് വൈറ്റമിൻ സി. എലിപ്പനിക്ക് കാരണമായ രോഗകാരി? ഓപ്ഷൻ സി ആണ് ബാക്ടീരിയ. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. വായുവിലൂടെ പകരുന്ന രോഗമാണ് ജലദോഷം. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം? ഓപ്ഷൻ സി ആണ് സൈലന്റ് സ്പ്രിംഗ്. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പാവൽ പ്രിയങ്കയാണ്. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് എപ്പികൾച്ചർ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി?
ഓപ്ഷൻ എ ആണ് സിംഹവാലൻ കുരങ്ങ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ് പീച്ചി. അറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നുള്ള ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ശരിയാണ്. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. പീരീഡിൽ നിന്ന് ഇടത്ത് നിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. പീരീഡിൽ നിന്ന് ഇടത്ത് നിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഓക്സിജൻ്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട ശരിയായവ തിരഞ്ഞെടുക്കുക. ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറമില്ല. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം എന്താണ്? ഓപ്ഷൻ എ ആണ് മഞ്ഞ. മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ ആകെ അളവ്. ശരിയാണ്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. ശരിയാണ്. ഇതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം. ഓപ്ഷൻ എ ആണ് കോൺവെക്സ്. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖ ദൂരമാണ് സ്ഥാനാന്തരം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഊർജ്ജത്തിൻ്റെ യൂണിറ്റാണ് ജൂള്. ഓപ്ഷൻ സി ആണ് ശരി. വികിരണം വഴിയുള്ള താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. ഇതാണ് ശരിയായിട്ടുള്ളത്. വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ച താഴെ പറഞ്ഞ പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. ശരിയാണ്. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. ശരിയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഇത് 3ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ളത്. ഒന്നുകൂടെ നോക്കാം. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഇത് 3ഉമാണ് ശരിയായിട്ടുള്ളത്. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? 1812 കലാപം നടന്നത്. അത് ശരിയാണ്. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയാണ് നിയോഗിച്ചത്. അത് തെറ്റാണ്. കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാരിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. അതും തെറ്റാണ്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. ഇത് ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് 2ഉം 3ഉമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. ശരിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത. ശരിയാണ്. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ശരിയാണ്. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നമുക്ക് 2025 സാഹിത്യത്തിനുള്ള നോബൽ ലഭിച്ചത് ഹംഗേറിയൻ നോവലിസ്റ്റായ ലാസോ ക്രസ്നോ ഹോർക്കയ്ക്കാണ്. 2025 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹംഗേറിയൻ നോവലിസ്റ്റ് ലാസോ ക്രാസ്ന ഹോർക്കയ്ക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. ശരിയാണ്. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്. ശരിയാണ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. ഇത് 3ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. ശരിയാണ്. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. തെറ്റാണ്. കസാൻ സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലാണ്. ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. തെറ്റാണ്. ചൈനയാണ് ബ്രിക്സിൻ്റെ ആസ്ഥാനം. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ശരിയാണ്. അപ്പം ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 1ഉം 4ഉമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ISRO സ്ഥാപിച്ചത് 1998 തെറ്റാണ്. 1969 സ്ഥാപിച്ചത്. ഇതിൻ്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ് ഭവനാണ്. തെറ്റാണ്. ബംഗളൂരിലാണ്. ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. ശരിയാണ്. വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. അത് ശരിയാണ്. അപ്പം ശരിയായിട്ടുള്ളത് 3ഉം 4ഉമാണ്.
സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. ശരിയാണ്. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. ശരിയാണ്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഇതിൽ തെറ്റായിട്ടുള്ളത് ഓടക്കുഴൽ അവാർഡ് ഡി വിനയചന്ദ്രനാണ്. അത് തെറ്റാണ്. 2024 ഓടക്കുഴൽ അവാർഡ് കെ അരവിന്ദാക്ഷനാണ്. എഴുത്തച്ഛൻ പുരസ്കാരം 2024 NS മാധവൻ. ശരിയാണ്. വയലാർ അവാർഡ് 2024 അശോകൻ ചെരുവിൽ. ശരിയാണ്. കേരള ജ്യോതി പുരസ്കാരം MK സാനു. ഇതെല്ലാം ശരിയാണ്. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. മലബാർ കലാപം, അതിനുശേഷം ക്ഷേത്രപ്രവേശന വിളംബരം, അതിനുശേഷം ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം, അതിനുശേഷം അതിർത്തി ഗാന്ധിയുടെ മരണം. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ളത്. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേതാണ്? കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 ശരിയാണ്. KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. ശരിയാണ്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ളത്. കിംബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ ആണ് മണിപ്പൂർ. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം? ഓപ്ഷൻ എ ആണ് അഹമ്മദാബാദ്. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം? ഓപ്ഷൻ ഡി ആണ് ഖാരിഫ്. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ആരവല്ലിയാണ്. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം? ഓപ്ഷൻ ബി ആണ് ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിലാണ്. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി ആണ് മധ്യപ്രദേശ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ആന്ത്രസൈറ്റ്. മേൽക്കൂര മഴവെള്ള ശേഖരണ നിയമമൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ സി ആണ് തമിഴ്നാട്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ്പ എന്നാണ്. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ഓപ്ഷൻ ഡി ആണ് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് 1937 താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ഓപ്ഷൻ സി ആണ് ക്വിറ്റ് ഇന്ത്യ സമരം. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ലാത്ത കൃതി ഏതാണ്? ഓപ്ഷൻ ബി ആണ് വേദാധികാര നിരൂപണമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ലാത്തത്. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ? ഓപ്ഷൻ സി ആണ് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി, MT വാസുദേവൻ നായർ, ONV കുറുപ്പ് ഇവർക്കൊക്കെ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ? രാധാകൃഷ്ണ കമ്മീഷനും കോത്താരി കമ്മീഷനുമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഓപ്ഷൻ 1, 3 ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. തെബാഗ കാർഷിക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ളത്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ട്രാൻകിബാർ ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് കുർച്ചിർ കലാപം. 1810 1812 കുണ്ടറ വിളംബരം 1809, ആറ്റിങ്ങൽ കലാപം 1721, കുളച്ചിൽ യുദ്ധം 1741 ഇവയെല്ലാം ശരിയാണ്. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. ശരിയാണ്.
സർക്കാരിയ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. തെറ്റാണ്. സ്വരൺ സിംഗ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 3ഉമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ശരിയാണ്. ഹിന്ദി ഭാഷയിലാണ് എഴുതിയത്. തെറ്റാണ്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 3ഉമാണ്. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് ശരിയായവ ഏതൊക്കെ? 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ശരിയാണ്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ശരിയാണ്. 1993 ഡിസംബർ 10-നാണ് ആദ്യ കമ്മീഷൻ നിലവിൽ വന്നത്. തെറ്റാണ്. ഒക്ടോബർ 12-നാണ്. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ്. അത് ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം 4ഉമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ? റഷ്യയിലാണ്. കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 1812-ലാണ് നടന്നത്. ശരിയാണ്. വയനാട് ജില്ലയിലെ കുറിച്യ കുമ്പാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. തെറ്റാണ്. പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു. ശരിയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാർ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹള. ശരിയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളീയ സുഗുണ ബോധിനി. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏതൊക്കെ? വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. ശരിയാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. ശരിയാണ്. 2005 ഒക്ടോബർ 12-ന് നിലവിൽ വന്നു. ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം 3ഉമാണ്. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ പാലക്കാടും ചേലക്കരയുമാണ്. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41ആണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല? വയനാടാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ് പള്ളിവാസൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം? ഓപ്ഷൻ സി ആണ് ലാറ്ററൈറ്റ് മണ്ണ്. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. കേരളത്തിൽ ആകെയുള്ള ലോകസഭാ സീറ്റുകളുടെ എണ്ണം? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 20ആണ്. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ഓപ്ഷൻ എ ആണ് 5. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം 1861-ലാണ്. പയ്യന്നൂരിൽ വെച്ച് കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് കീഴരിയൂർ ബോംബ് കേസാണ്. സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് TK മാധവനാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. യോഗക്ഷേമ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് BD പട്ടതിരിപ്പാട്. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ജനസംഖ്യാ അനുപാത സംവരണം. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ഓപ്ഷൻ ബി ആണ് അർണോസ് പാതിരി. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവ. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ആലപ്പുഴയാണ്. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ G. റോസനാണ്. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം പ്ലാസൻ്റയാണ്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ കാണുന്ന കല സ്ക്ലീറൻ കൈമയാണ്. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം വില്ലസുകളാണ്. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ
വൃക്കാധമനിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അപ്പം ഓപ്ഷൻ ബി ആണ് ശരി. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം മൊനീറയാണ്. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം മൊനീറ. ഫീമാകാരത്വം എന്ന ഹോർമോൺ ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഓപ്ഷൻ ഡി ആണ് സൊമാറ്റോട്രോപ്പിൻ. ഫീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? സൊമാറ്റോട്രോപ്പിൻ. കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതിൽ ശരിയായിട്ടുള്ളത് ഗ്ലൈക്കോസിസിൽ ഗ്ലൂക്കോസ് പെറുവിക് ആസിഡായി മാറുന്നു. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് കണ്ണ്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജമായിട്ട് മാറുന്നു. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? സമ്പുഷ്ട യുറേനിയമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം 4 മടങ്ങാവും. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം 4 മടങ്ങാവും. കൂട്ടത്തിൽപ്പെടാത്തത് വേഗമാണ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ന്യൂട്രോണിനെ കണ്ടെത്തി എന്നുള്ളതാണ് കൂട്ടത്തിൽപ്പെടാത്തത്. പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു. ഇലക്ട്രോണിനെ കണ്ടെത്തി. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. ഇവയെല്ലാം ജെ തോംസണുമായി ബന്ധമുള്ള കാര്യങ്ങളാണ്. റബ്ബറിൻ്റെ മോണോമർ ഐസോപ്രീനാണ്. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ഹെൻറി ബെക്രുലാണ്. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? അലുമിനിയമാണ്. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? അലുമിനിയമാണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ.